class. Stalemate 8 lesson 6. Let us go home. Part 20. Last class here. Everyone is dashed out at home was it, and the train they would miss if they were late. താമസിച്ചു പോകുന്ന ആളുകൾക്ക് ട്രെയിൻ കിട്ടാതെ പോയാലുണ്ടാകുന്ന ഇച്ഛാഭംഗം. ആ ഇച്ഛാഭംഗം പോലെയാണ് നമ്മളുടെ അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ഡിഡ് ടേക്ക് എ ബസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ഡേ കോളേജ് ഇൻസ്റ്റെഡ്. ഹി വാക്ക്ഡ് ഹോം വിത്ത് 4 others. അവന് ഡേ സ്കോളർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്ന് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ തിരിച്ചു പോകുന്നതാണ് ഡേ സ്കോളർ. സ്കൂളിൽ തന്നെ താമസിച്ച് പഠിക്കുന്നത് പറയുന്നതിനാണ് ബോർഡേഴ്സ്. ഡേ സ്കോളർ മീൻസ് അന്നത് വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകും. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാതെ സ്കൂളിൽ തന്നെ താമസിച്ചിട്ട് വീക്കെൻഡിൽ വെള്ളിയാഴ്ച പോവുക, തിങ്കളാഴ്ച മടങ്ങുക. അവർക്ക് പറഞ്ഞ പേരാണ് ബോർഡേഴ്സ്. ബോർഡിംഗ്. ഇത് ഡേ സ്കോളർ. അപ്പോൾ ഡേ സ്കോളേഴ്സിനെ പോലെ ഇവന് പലപ്പോഴും ബസ്സിൽ കയറാറില്ല. ഇവൻ 4 കൂട്ടുകാരുടെ കൂടെ നീട്, റാമ, ടീച്ചർ, ഗോപാലൻ ഇവരുടെ കൂടെ പോകാറുണ്ട്. As they walked along the road with the green and daisy covered hill on the side and the railed off slope on the other, the sun was bright and warm and the sky was blue. അവരിങ്ങനെ വഴിയുടെ വട്ടാരത്തിൽ പോകുമ്പോഴേക്കും ഡെയ്സി എന്ന് പറയുന്നത് മുല്ലപ്പൂ പോയൊരു പുഷ്പമാണ്. അല്ല, ഇത് മുഴുവൻ ആ ഹില്ലിലെല്ലാം പൂക്കളാണ്. അതുപോലെ അവിടെയെല്ലാം നല്ല പച്ച വിധാനം ഇരിക്കും. സൂര്യന്റെ പ്രകാശം പ്രത്യേകിച്ച് അതിലേക്ക് അടിക്കും. നല്ല ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ സ്കൈ ബ്ലൂ ആയിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് വർത്താനം കണ്ടുകൊണ്ടിരിക്കും. ടുഡേ വാസ് സാറ്റർഡേ. ഇന്ന് സാറ്റർഡേ. ഇത് നാളെ സൺഡേ. സാറ്റർഡേ സൺഡേ നമ്മുടെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം സാറ്റർഡേ ഉച്ചയ്ക്ക് മാറ്റിന് പോവാം, അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. സൺഡേ അവധിയാണ്, പോകണ്ട. ഈ പിക്കടപ്പയെ ബ്ലേഡ് ഓഫ് രാസ പിടിച്ച് അവിടെ ഒരു പുല്ല് കുറച്ച് ഇങ്ങനെ കൂട്ടുകാരനെ വരച്ചു. രാം സൈഡ് ഹിസ് റൂളർ എല്ലാം റെയിനിങ്. അവിടെ ഇരുന്ന റൂളർ ഉപയോഗിച്ച് അവനിങ്ങനെ റെയിനിങ് അവിടെ റെയിൽപാത പോകുന്നത് ഇങ്ങനെ വരച്ചു. ദിസ് ഈവനിങ് നേറ്റർ വാസ് ഗോയിങ് ടു ദി ബീച്ചസ്. രാം വാസ് ഗോയിങ് ഫോർ ഐസ്ക്രീം വിത്ത് ഹിസ് വിസിറ്റിംഗ് അങ്കിൾ. അവനെ ഇവർക്കെല്ലാം പോലെ പരിപാടികൾ പ്രോഗ്രാമാണ്. ടീച്ചർ വാസ് ഗോയിങ് ഹോഴ്സ് റൈഡിങ്. അവൻ കുതിര കയറാൻ പോവാണ്. കാരണം ശനി ഞായർ അവധിയില്ല. അപ്പൊ അവരിവിടുന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഓരോരുത്തരുടെ നാളെ പ്രോഗ്രാം വരും. ഗോപാൽ വാസ് ഗോയിങ് വെഡിങ്. അവനൊരു കല്യാണം. ആസോ വിൻസെന്റ് ഹി വാസ് ഹാപ്പി. നമ്മുടെ കഥാനായകനായിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഹാപ്പി. കാരണം വീട്ടിൽ ചെന്ന അമ്മയുണ്ട്. ഇവിടെ വീട്ടിൽ പോകണം. ആ ട്രെക്ക് ചെറുതാണെന്നെ മുഖവും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നവന് അമ്മയെല്ലാം ലെമൺ പൈ, അതായത് നാരങ്ങ പിഴിഞ്ഞുണ്ടാക്കിയ പയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിള്ളേർക്കൊക്കെ അറിയാം. വട്ടയപ്പം പോലെ ഇരിക്കും, പല കോണായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം അമ്മ നല്ല ലെമൺ പൈ ഉണ്ടാക്കി തരും. അത് കഴിക്കാം, ഭയങ്കര സന്തോഷമാണ്. ദെൻ ഗാർഡനിൽ പോകാം. തീ കഴിച്ചവിടെ കോച്ചിലെ ഗാർഡൻ മദർ കൂടെ വീഡിങ്. അവിടെ വീഡിങ് കളറ്, ചെടികളൊക്കെ ഉണ്ടാക്കുന്ന കളറല്ല അമ്മ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കൂടെ കൂടെ ഈ വീട്ടിനോട് നോക്കാം. ഇതാട് വാട്ടയുടെ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കാം. He had better such a boat. The first thing he got home. വീട്ടിൽ ചെന്ന് ആദ്യം കാര്യങ്ങളുണ്ട്. അതെല്ലാം അന്ന് സന്തോഷം കിട്ടി. They had reached the shortcut to his home. എല്ലാവരും കുറുക്ക് വഴിയിലൂടെ വീടുകളിലേക്ക് പോകും. ഓക്കെ, സീ യു മൺഡേ. അപ്പോൾ ഓരോരുത്തരോട് തിരിയാണ് അവിടെ വീടാണ്. ശരി, കാണാം, മൺഡേ കാണാം. Sticking under the railing of the road and picking his way down the slope. ഈ റെയിലിംഗ് ഒക്കെ റോഡിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ റോഡിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിൻ പോകുന്ന ട്രാമ, ചെറിയ പാളം, ട്രെയിനിന്റെ പൊങ്ങിയില്ല, കുഴി വഴി. ആ കുഴിക്കകത്തുകൂടെ ട്രെയിൻ ചക്രം. അത് കഴിയുമ്പോൾ അതിലൂടെ ബസ്സിൽ ലോഡിങ്. ഇങ്ങനെ റോഡിലൂടെ പോകുന്ന ട്രെയിൻ ട്രാം. അത് ചില നാടുകളിലൊക്കെ ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കിട്ടും. അതായിരുന്നു പറയുന്നത്.
അപ്പോൾ ഇത് ചിലർക്ക് അറിയാവുന്ന റോഡിന്റെ സൈഡിൽ വെളിപ്പാടം പോകും, ട്രെയിൻ പോകും, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചില സ്ഥലത്തുണ്ട്. ഇതിലേതെങ്കിലും സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞു. ഓക്കെ, നമുക്ക് മണ്ടേ കാണാം. ബട്ട് ജസ്റ്റ് ബിഫോർ ഹി സ്റ്റാർട്ടഡ് ആൻഡ് പിക്കിംഗ് ദ വേ ഡൗൺ ദ സ്ലോപ്പ്, ബട്ട് ജസ്റ്റ് ബിഫോർ ഹി സ്റ്റാർട്ടഡ് ഹി ഹേർഡ് സമ്മൺ സേ. ഇങ്ങനെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വന്ന് പോകുന്നതിനിടയ്ക്ക് ഒരാൾ പറയുന്നതായിട്ട് നമ്മുടെ കുട്ടി കിട്ടും. എന്ത് കിട്ടും? ബട്ട് ഹി ഡസന്റ് ബ്ലെയിം മീ. ആൻഡ് ദെൻ സമ്മൺ എൽസ് സേയിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഇതാണ് പരീക്ഷയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഒരു കൂട്ടുകാരൻ പറഞ്ഞ ബട്ട് ഹി ഡസന്റ് ലീവ്, അതിന് അവൻ ജീവിച്ചിട്ട് വേണ്ട, അവന് ജീവൻ ഉണ്ടാക്കി വേണ്ട. ഇത് കോവിഡ് കൂട്ടുകാരൻ പറയുന്നത്. ഇതിന്റെ കാരണം എന്നാണ് ഈ പാഠം തീരുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ മുന്നിൽ ചായ ഒന്നും പറയാൻ, കാരണം അവൻ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം മറന്നു, എല്ലാം പറഞ്ഞു സഹതാപം. അവൻ്റെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു. ഇപ്പൊ അവന് ആകെ ഉള്ളൊരു അമ്മയും, ആ അമ്മയുടെ കാര്യം ഇവിടെ പറയും. ഇതോടെ വെച്ചിട്ടാണ് ഈ സംഭവം ഇവിടെ കാണുന്നത്. കാരണം ഈ കുട്ടിയുടെ കാര്യം ആരും പറയാറില്ല. കാരണം പറയുന്നത് കണ്ടാൽ അവന് കരച്ചില്ല. അവൻ കരയുന്നത് കണ്ടാൽ കൂട്ടുകാരെല്ലാം കരയും. അവനെ കരയിക്കാൻ ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് അവന്റെ കാര്യം ഒന്നും പറയാറില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു അവൻ ജീവിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ എന്തായാലും അവന് സന്തോഷം ഉണ്ടായിട്ട് വരും. അതായത് ശബ്ദമില്ലാതെ. He did not mind them because he had picked his way down the shortcut. പക്ഷെ അവന്, നമ്മുടെ കുട്ടി അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ഷോർട്ട്കട്ട് നേരെ വീട്ടിലേക്ക് പോകും. കാരണം വീട്ടിൽ അമ്മ കാത്തിരിക്കും. ലെമൺ ബൈ കിട്ടത് അമ്മയുടെ കൂടെ ഗാർഡനിൽ പോകാം, ചെടികൾക്ക് വെള്ളം ഒഴിക്കാം, കളകൾ പറിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ആറ്റിലേക്ക് പോകാം. വലിയ സന്തോഷം. ആൻഡ് ഫുൾ ഹാപ്പി വിത്ത് ദ ആന്റിസിപ്പേഷൻ ഓഫ് ഹോം. വീട് നൽകുന്ന ഉത്സാഹം, അത് വലിയ ഉത്സാഹമായി വീട്ടിലേക്ക് പോകാം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ സന്തോഷങ്ങളാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തിരക്ക് കൊടുക്കുക. ലെമൺ ബൈ പ്ലാന്റ്സ് എല്ലാം വീട്ടിൽ ചെന്ന് ലെമൺ ബൈ കിട്ടും. ഗാർഡനിൽ പോയി വെള്ളം ഒഴിക്കാം, അമ്മയുടെ കൂടെ നടക്കാം. എന്നിട്ട് ഈ സ്കൂളിൽ നിന്ന് കണ്ട കഥകളെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചെയ്യുമ്പോൾ അവർ വീട്ടിലെ ചുമല നിറമുള്ള റൂഫുകളുണ്ട്, സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. വീടെടുക്കാൻ തോന്നുമ്പോൾ അവൻ സ്പീഡിൽ നടക്കാറുണ്ട്. വെള്ളയുടെ ശരിയാണ്, ഒരു ഭാഗം കാണാനുണ്ട്. കട്ടൻസ് ഫ്ലൈ ചെയ്ത് വിൻഡോ, അവിടെ ജനലിൽ തൂക്കിയിരിക്കുന്ന കട്ടൻസ് എല്ലാം ഇങ്ങനെയുള്ള നാടുകളുണ്ട്. ഈ മദർ വെയിറ്റിംഗ് കിച്ചൺ, കിച്ചൻ്റെ അവിടെ നിന്ന് കൈ കാണിച്ചുകൊണ്ട് അമ്മ വിളിക്കുന്നുണ്ട്. ഒരു ഉത്സാഹം എളുപ്പ വീട്ടിലേക്ക് ചെല്ലും. He had not gone very much further than all of us. പെട്ടെന്ന് അവന് നിന്നുപോയി. ക്ലിയർ ഔട്ട് ഓഫ് ന്യൂസ്. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ചിന്തകളെല്ലാം വരേണ്ടത്. അവന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ തുടങ്ങി. അവനോടനെ ചിന്തിച്ചു, there was something wrong. എവിടെയോ കുഴപ്പമുണ്ടല്ലോ. He could feel it. At first it was only a feeling, a suspicion. ആദ്യം അതൊരു സംശയമുണ്ടല്ലോ, എന്തോ എവിടെയോ പ്രശ്നമുണ്ടല്ലോ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ സംശയം വളരെ തുടങ്ങി. It began whispering in her head, "Don't go." പെട്ടെന്ന് ചെവിയിൽ ആരോ വന്ന് മന്ത്രിക്കുന്നത്, മുന്നോട്ട് പോകരുത്. It swelled him. അത് അവനെ വേദനിപ്പിച്ചു. സ്വെല്ലിയാണ് ഞാൻ ഉൾപ്പെടുത്തുക. Become heavier, he had to slow down. അവന്റെ മനസ്സിലേക്ക് അത് വലിയൊരു ആദ്യമായിട്ട് അവന്റെ നടത്തം തന്നെ. He slowed down to a small snail pace and then came to dead stop. പെട്ടെന്ന് കൊച്ചിന്റെ ഭാഗം പോലെ കൊച്ചു പോയ വഴി ഇങ്ങനെ നീങ്ങും. അതുപോലെ അവൻ ഡെഡ് സ്റ്റോപ്പ്. അവനവിടെ നിന്നു. Thinking everything was so quiet and still. എല്ലാം അവന് അപരിചിതമായിട്ട് തോന്നി. It seemed quieter and stranger. He felt that it was getting goose pimples. പറഞ്ഞാൽ ഗൂസ് എന്ന് പറയുന്നത് കൽക്കം. അതിന്റെ തണുത്ത് മരവിച്ച് എല്ലാം ഒരു മരം പൂച്ചപോലെ തോന്നുന്നു. Then he saw there was no flying button. അവൻ മനസ്സിലാക്കി, ഇപ്പോൾ തന്റെ വീട്ടിലെ കർത്തനൊന്നും ഇളകുന്നില്ല, അമ്മ അവനെ അവിടെ നിന്ന് വിളിക്കുന്നില്ല. Then the flowers and plants were dropping.
അവരുടെ വീടിന് മുമ്പിലത്തെ പൂക്കളെല്ലാം പതയ്ക്കുന്നത് എല്ലാം താഴെ വീട് കരിഞ്ഞുണങ്ങി കിടക്കുകയും ആരും കരുതലൊന്നും അടിച്ചിട്ടില്ല. ഒരു വീട്ടിൽ മുഴുവൻ കരുതലും. അവിടെ കട്ടലൊന്നും ഇളകുന്നില്ല. വീടിന്റെ ജനൽ തുറന്നിട്ടില്ല. വീട്ടിൽ നിന്ന് അമ്മ തന്നെ കൈകാട്ടി വിളിക്കുന്നില്ല. അതിന്റെ റീകളക്ഷൻ പെട്ടെന്ന് ഓർമ്മകളെല്ലാം ഒന്ന് തിരിച്ചു. There was no living here anymore but a hill and dark bones. പെട്ടെന്ന് അവൻ ബോധ്യമായി, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കുന്നു. അങ്ങ് കുന്നിന്റെ മുകളിലുള്ള ആന്റിയുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നു. ഞാനെൻ്റെ വീട്ടിലല്ല ഇപ്പോൾ, ആന്റിയുടെ വീട്ടിലാണ്. കഴിഞ്ഞു പോയതെല്ലാം എൻ്റെ ഓർമ്മകൾ മാത്രമാണ്. The house was empty. എൻ്റെ വീട് ഇപ്പോൾ ശൂന്യമാണ്. അവിടെ ആരുമില്ല. കാരണം his mother had died 1 week ago. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ഒരാഴ്ച മുമ്പ് മരിച്ചുപോയി. അവന്റെ അപ്പൻ നേരത്തെ മരിച്ചുപോയി. ഒരാഴ്ച മുമ്പ് അമ്മ മരിച്ചു. അവനിപ്പോൾ ആന്റിയുടെ കൂടെ ആ ഹില്ലിന്റെ മുകളിൽ വീട്ടിലാണ്. ആ വീട്ടിൽ നിന്നുകൊണ്ട് അവൻ തന്റെ പഴയ സ്കൂളും തന്റെ അമ്മയും വീടുകളിൽ ഇത്രയും നേരം ഓർക്കുക ചെയ്യുന്നു. അപ്പോൾ അവന് മനസ്സിലായി, അമ്മ ഇവിടെ മരിച്ചുപോയി, ഞാനിപ്പോൾ ആന്റിയുടെ വീട്ടിലാണ്. At first he just stood still, looking, not knowing what he should do. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല. There was a big lump in his throat. അവന്റെ തൊണ്ടയിൽ വലിയൊരു മുഴ അല്ലെങ്കിൽ ഒരു തടസ്സം, ശബ്ദം പുറത്തേക്ക് വന്നിട്ട്. അമ്മ പോയെന്നുള്ള ഓർമ്മകൾ. അച്ഛൻ നേരത്തെ ഇല്ലായിരുന്നു. അമ്മയും അടുത്ത ദിവസം മരിച്ചു. കരയണം അവനെ കൊണ്ട് സാധിക്കുന്നില്ല. Then he tears, അവന്റെ കണ്ണിൽ കണ്ണുനീരുകൾ വന്നു. And he started to cry a lot. ഒത്തിരി കരയാനാണ് ആഗ്രഹിച്ചു, പക്ഷെ കണ്ണുനീരൊന്നും വന്നില്ല. ശബ്ദിക്കാൻ അവന് സാധിച്ചില്ല. അവന്റെ തൊണ്ടയിൽ ശബ്ദം അടങ്ങിയിരുന്നു. കാരണം അവന്റെ അമ്മ ഒരാഴ്ച മുമ്പ് അവരെ വിട്ടുപോയി. ഇതുകൊണ്ടാണ് അവന്റെ കൂട്ടുകാരെ ഇത് പറയേണ്ടത്. അവർക്ക് ഇതെല്ലാം അവനോട് ഞാനും ഒന്നും പറയാം. അച്ഛനും പോയി കൊച്ചു ചെറുപ്പത്തിൽ അമ്മയും എല്ലാം നഷ്ടപ്പെട്ടവൻ അവനിടയ്ക്ക് സംസാരിക്കുമ്പോൾ നിന്ന് പോകും. ഓർമ്മകൾ കിട്ടത്തില്ല. പഴയ ഓർമ്മകളോട് ഇത്രയും നേരം അവൻ തന്നെ പഴയ ഓർമ്മകളിലൂടെ പോവുകയാണ്. ഒരു കുട്ടിയുടെ അവസ്ഥ, ഈ അവസ്ഥ ഒരു കുട്ടിയിൽ ഉണ്ടാകാൻ പറ്റും. എല്ലാവർക്കും അപ്പനും ഞാൻ അമ്മയും അപ്പനും അമ്മയുടെ മക്കളെന്ന് മിടുക്കരായിട്ട് വളർത്തും. വാത്സല്യം അവരുടെ കഥകൾ പറയാനും അവരെ കൂടെ കിടക്കാനും ഉറക്കാനും അതുപോലെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും അപ്പനുണ്ട്. നമ്മുടെ കുട്ടിക്ക് ഇതൊക്കെയും സിൻസിയറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്. നമ്മുടെ കുട്ടിക്ക് അപ്പനുമില്ല അമ്മയും ഇപ്പോൾ ഈ കൂട്ടുകാരായില്ല അവരുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ പാഠത്തിലൂടെ. തീർച്ചയായിട്ടും ഒരു ദുഃഖം അതാണ് ഇന്നത്തെ സമൂഹം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഷാലി ഈ പാഠം വ്യവസായത്തിൽ നോട്ട്സ് കിട്ടും. ഒപ്പം ഇതെല്ലാം എഴുതി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് അനോട്ടേഷൻസ് ആണ്. ബാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.